യോഗ പരിശീലിക്കുമ്പോൾ ഭക്ഷണ കാര്യങ്ങളിൽ ശ്രദ്ധ കൊടുക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. വിശക്കുമ്പോൾ മാത്രമായിരിക്കണം ഭക്ഷണം കഴിക്കേണ്ടത്. ഋഷീശ്വരന്മാർ പറയുന്നത് വയറിനെ 3ആയി ഭാഗിച്ച് ഒരു ഭാഗം ഭക്ഷണം, ഒരു ഭാഗം ജലം, ഒരു ഭാഗം വായു എന്നിങ്ങനെ വേണം തിരിക്കാൻ എന്നാണ്. പണ്ടത്തെ കാലത്താണെങ്കിൽ പട്ടിണി മരണങ്ങളായിരുന്നു കൂടുതലായും കണ്ടുവരാറുണ്ടായിരുന്നത്. പക്ഷേ ഇന്നത്തെ ജീവിത രീതി അനുസരിച്ച് അമിത ഭക്ഷണവും അതേപോലെ തന്നെ താളം തെറ്റിയുള്ള ജീവിത രീതിയും മരണത്തിന് വഴിയൊരുക്കുന്നു. ഇപ്പോഴത്തെ യാന്ത്രിക യുഗത്തിൽ കൃത്രിമമായി ഉണ്ടാക്കുന്ന ഭക്ഷണങ്ങളും ശീതള പാനീയങ്ങളും വറുത്തതും പൊരിച്ചതുമായ ഭക്ഷണങ്ങളും അച്ചാറുകളുടെ അമിത ഉപയോഗവും നമ്മെ രോഗങ്ങൾക്ക് അടിമപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. നമ്മൾ എത്രത്തോളം കൂടുതൽ ഭക്ഷണം കഴിക്കുന്നുവോ അത്രയും കൂടുതൽ ചുമടായിരിക്കും ആമാശയത്തെ കൊണ്ട് നമ്മൾ എടുപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു നേരം ഭക്ഷണം കഴിച്ചാൽ കുറഞ്ഞത് 4 മണിക്കൂർ കഴിഞ്ഞെങ്കിൽ മാത്രമേ അടുത്ത ഭക്ഷണം കഴിക്കാവൂ. അതോടൊപ്പം തന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ കൂടുതലായും സസ്യാഹാരങ്ങൾ ഉൾപ്പെടുത്തുന്നതായിരിക്കും നല്ലത്. ഭക്ഷണത്തെ പ്രധാനമായും 2ആയിട്ട് തിരിക്കുന്നുണ്ട്: സാത്വിക ഭക്ഷണവും തമോ ഗുണത്തോടു കൂടിയുള്ള ഭക്ഷണങ്ങളും. സാത്വിക ഗുണമുള്ള ഭക്ഷണങ്ങൾ എന്ന് പറഞ്ഞാൽ സസ്യാഹാരമാണ് ഉദ്ദേശിക്കുന്നത്. അത് വളരെ പെട്ടെന്ന് തന്നെ ദഹിക്കുന്നതിന് സഹായിക്കുന്നു. അതേസമയം തമോ ഗുണമുള്ള ഭക്ഷണങ്ങൾ എന്ന് പറഞ്ഞാൽ നോൺ വെജ് ഒക്കെ ആയിരിക്കും ഉദ്ദേശിക്കുന്നത്. അവ ദഹിച്ചു വരാൻ വളരെയധികം സമയം എടുക്കേണ്ടതായി വരുന്നുണ്ട്. ഒരു കാര്യം നമ്മൾ പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ടത്, ജീവിക്കാൻ വേണ്ടി മാത്രമായിരിക്കണം ഭക്ഷണം കഴിക്കേണ്ടത്. അല്ലാതെ ഭക്ഷണം കഴിക്കാൻ വേണ്ടി ജീവിക്കുന്ന ഒരവസ്ഥയിലേക്ക് ആരും പോകാതിരിക്കുക. നിഷ്ഠയായ യോഗ പരിശീലനത്തോടൊപ്പം ചിട്ടയായ ഭക്ഷണക്രമങ്ങളും കൂടി ഉണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ ആരോഗ്യമുള്ള ഒരു മനസ്സും ആരോഗ്യമുള്ള ഒരു ശരീരവും നമുക്ക് വാർത്തെടുക്കാൻ സാധിക്കുകയുള്ളൂ.